നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ചെമ്മാടിന്റെ ഹൃദയഭൂമികയിൽ ആമിയ ഗോൾഡിന്റെ 365 സുവർണ ദിനങ്ങൾ. ആമിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് കിടിലൻ ഓഫറുകളും ഒരു പിടി സമ്മാനങ്ങളുമായി ആമിയ വാർഷികാഘോഷം മെയ് 10 മുതൽ ജൂലൈ 31 വരെയുള്ള ഓരോ ദിവസത്തെയും പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗോൾഡ് കോയിൻ ദിവസവും സമ്മാനമായി നൽകുന്നു. ജൂലൈ 31 നടക്കുന്ന മെഗാ നറുക്കെടുപ്പിൽ 1ാം സമ്മാനമായി കല്യാണ പാർട്ടികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു കല്യാണ പാർട്ടിക്ക് പണിക്കൂലി പൂർണ്ണമായി തിരിച്ചു നൽകുന്നു. 2ാം സമ്മാനമായി വാഷിംഗ് മെഷീൻ, 3ാം സമ്മാനമായി ഒരു ഡയമണ്ട് റിംഗ്. മെയ് 10 മുതൽ ജൂലൈ 31 വരെയുള്ള എല്ലാ പർച്ചേസുകൾക്കും സുനിശ്ചിതമായ സമ്മാനം. ക്രാഫ്റ്റഡ് വിത്ത് ട്രഡീഷണൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്. പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം റോഡിലെ ഗതാഗത കുരുക്കിൽ വേറിട്ട പ്രതിഷേധമായി വെൽഫെയർ പാർട്ടി. പെരിന്തൽമണ്ണ ജൂബിലി ജംഗ്ഷൻ മുതൽ അങ്ങാടിപ്പുറം ടൗൺ വരെയുള്ള ഭാഗങ്ങളിൽ വലിയ ഗതാഗത കുരുക്ക് അനുഭവിക്കുകയും മണിക്കൂറുകളോളം കുടുങ്ങിക്കിടക്കേണ്ട സാഹചര്യമുള്ളതിനാൽ ഇതുവഴി വരുന്നവർ ആവശ്യമുള്ള ഭക്ഷണവും വെള്ളവും മരുന്നും കരുതണമെന്ന മുന്നറിയിപ്പ് പ്രതിഷേധ ബോർഡ് സ്ഥാപിച്ചായിരുന്നു പാർട്ടിയുടെ പ്രതിഷേധം. ജനങ്ങളെ നിങ്ങൾ അറിഞ്ഞോ, അഴിമതിക്ക് ഫണ്ടുണ്ട്, അഴിമതിക്ക് ഫണ്ടുണ്ട്, അഴിമതിക്ക് ഫണ്ടുണ്ട്, അഴിമതിക്ക് ഫണ്ടുണ്ട്, ദൂർത്തിനും ഫണ്ടുണ്ട്, ദൂർത്തിനും ഫണ്ടുണ്ട്. സാധാരണക്കാരുടെ ആവശ്യത്തിന്, സാധാരണക്കാരുടെ ആവശ്യത്തിന് ഇല്ലേ ഇല്ലേ ഫണ്ടില്ലത്ര, ഇല്ലേ ഇല്ലേ ഫണ്ടില്ലത്ര. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, വെൽഫെയർ പാർട്ടി സിന്ദാബാദ്. അഴിമതിക്ക് ഫണ്ടുണ്ട്, ദൂർത്തിനും ഫണ്ടുണ്ട്, ദൂർത്തിനും ഫണ്ടുണ്ട്. സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്ക്, സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്ക് ഇല്ല ഇല്ല ഫണ്ടില്ലത്ര, ഇല്ല ഇല്ല ഫണ്ടില്ലത്ര. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, വെൽഫെയർ പാർട്ടി സിന്ദാബാദ്, വെൽഫെയർ പാർട്ടി സിന്ദാബാദ്. ഒരിടം പാലം മാനത്തുമംഗലം, ഒരിടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് ഉടനെ നിർമ്മിക്കുക, നിർമ്മിക്കുക. ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസിന് എന്താണ് സർക്കാരെ തടസ്സം എന്ന തലക്കെട്ടോടുകൂടി വെൽഫെയർ പാർട്ടി നടത്തുന്ന പ്രക്ഷോഭ പരിപാടിയുടെ പ്രചരണ പരിപാടിയുടെ ഭാഗമായിരുന്നു ഈ വേറിട്ട പ്രതിഷേധം. പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ സെക്രട്ടറി നൌഷാദ് ചുള്ളിയാൻ നിർവഹിച്ചു. 2010 ഭരണാനുമതി ലഭിക്കുകയും 10 കോടി അനുവദിച്ച് അലൈൻമെന്റ് ഫിക്സ് ചെയ്ത് സർവേ പൂർത്തീകരിച്ച് സർവേ കല്ലുകൾ നാട്ടുകയും ചെയ്ത ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് പദ്ധതി ഭരണകൂടത്തിന്റെ അവഗണന മൂലം നടപ്പിലാകാതെ കിടക്കുകയാണ്. ജില്ലയിലെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകൾ സ്ഥിതി ചെയ്യുന്ന പെരിന്തൽമണ്ണയിലേക്കുള്ള ആംബുലൻസുകളടക്കം ഗതാഗത കുരുക്കിൽപ്പെട്ട് നിരവധി ജീവനുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉള്ളത്. പഠനത്തിനും ജോലിക്കുമടക്കം പോകുന്ന യാത്രക്കാർ വാഹനത്തിൽ കെട്ടിക്കിടക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. വ്യത്യസ്ത സമയങ്ങളിൽ വെൽഫെയർ പാർട്ടി ശക്തമായ സമരവുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. കൂടുതൽ ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും നൌഷാദ് ചുള്ളിയാൻ പറഞ്ഞു. നമുക്കറിയാം, അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ്. ക്ഷേത്രങ്ങളുടെയും അതോടൊപ്പം തന്നെ മതസൗഹാർദ്ദത്തിനും ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള ഈ അങ്ങാടിപ്പുറം ഇന്ന് അറിയപ്പെടുന്നത് അങ്ങാടിപ്പുറം ഗതാഗത കുരുക്ക് എന്ന പേരിലാണ് ജില്ലയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇത് വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി ഏറ്റെടുക്കാനുണ്ടായിട്ടുള്ള കാരണം ഇത് കേവലം അങ്ങാടിപ്പുറത്തിൻ്റെയോ അല്ലെങ്കിൽ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയുടെ മാത്രം പ്രശ്നമല്ല, ഇത് നമ്മുടെ ജില്ലയുടെ പ്രശ്നമാണ്. എന്താണ് പെരിന്തൽമണ്ണ ടൗണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള വളരെ പ്രധാനപ്പെട്ട സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ നിലനിൽക്കുന്ന ഒരു ടൗണാണ് പെരിന്തൽമണ്ണ എന്ന് പറയുന്നത്. ഞാൻ വരുന്നത് കൊണ്ടോട്ടിയിൽ നിന്നാണ്. കൊണ്ടോട്ടിക്കാർക്കടക്കം നമ്മുടെ രാമനാട്ടുകര ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ആശുപത്രികളുടെ നഗരമാണ് പെരിന്തൽമണ്ണ എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് പെരിന്തൽമണ്ണയിലേക്ക് വരുമ്പോൾ ആംബുലൻസുമായി വരുന്നവർക്ക് മാത്രം, ആംബുലൻസുമായി വരുന്ന രോഗികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ സങ്കീർണമായ പ്രശ്നങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യാത്രാ ദുരിതം കയറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമായി ഇന്ന് അങ്ങാടിപ്പുറം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ജില്ലാ സെക്രട്ടറി ഖാദർ അങ്ങാടിപ്പുറം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ആരിഫ് ചുണ്ടയിൽ, ഡാനിഷ് മങ്കട, സെയ്താലി വലമ്പൂർ, അബൂബക്കർ പി ടി, നിസാമുദ്ദീൻ പി, അബ്ദുൽ ഗഫൂർ എന്നിവർ സംസാരിച്ചു. ഷെയ്ഖ് മുത്തൂട്ടി, റമീസ് ഏറനാട്, ഇക്ബാൽ വലമ്പൂർ, സാദിഖ് തിരൂർക്കാട്, അബ്ദുള്ള ആരംഗത്ത്, മനാഫ് തോട്ടോളി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് പെരിന്തൽമണ്ണ.